എന്താ? ഞാനൊരു സ്വപ്നം കണ്ടതാ. ഓ പേടിച്ചോയി. സ്വപ്നം കണ്ടിക്കാതെ വന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കത്തിലല്ലേ സ്വപ്നം കണ്ട, ഉണർന്നിക്കുമ്പോഴല്ല. മതി, കിടക്കാൻ നോക്ക്. ഈശ്വര, എന്റെ മക്കൾക്ക് ഒരു ആപത്തും വരരുതേ. അപ്പോഴേക്ക് ഉറങ്ങിയും ചെയ്തോ? ഉറക്കം വരുന്നില്ല, മക്കളെ എടുത്ത് പോയി കിടക്കട്ടെ. സീതേ, അല്ല നീ മറ്റേ കാര്യം മക്കളോട് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞോളി. എന്താച്ചാ? മക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. പിന്നെ നമ്മുടെ അച്ഛമ്മയും അച്ഛച്ചനൊക്കെ ഇങ്ങോട്ട് വരിക. നമ്മുടെ തറവാട് പൊളിക്കുക, പുതിയ വീട് പണിയാന്. അപ്പൊ അച്ഛച്ചനും അച്ഛമ്മയും പാപ്പനൊക്കെ ഇങ്ങോട്ട് വരും. 2 ദിവസം കൂടി കഴിഞ്ഞ അവര് വരും. എന്താ? കിങ്ങിണിന്റെ ഫാമിലി ഇവിടുന്ന് വീട് വിട്ടു പോവാണല്ലോ. അതെന്തേ? എന്താ അറിയത്തില്ല, അവര് പോവാന്ന് പറഞ്ഞ്. ഇന്നാ അവര് പോകുന്നേ, നാളെ പുതിയ താമസക്കാര് വരുന്ന് പറഞ്ഞേനെ. ആ ശരി, നീ എനിക്കൊരു ഗ്ലാസ് ചായ എടുക്ക്. ശരി ഏട്ടാ. A few moments later. സീതേ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി, ഇടക്കൊക്കെ അങ്ങോട്ട് വരേണ്ടിട്ടോ. പിന്നല്ലാതെ തീർച്ചയായും വരും. കിങ്ങിണി വാ. പാറ ചേച്ചി, തുമ്പി ചേച്ചി, കിങ്ങിണി പോവാ. ഉണ്ണിക്കുട്ടാ, കിങ്ങിണി പോവാട്ടോ. പോവണ്ട കിങ്ങിണി, ഞാൻ പോവാ. കരയല്ലേ കിങ്ങിണി, ഈ കരഞ്ഞാ ഉണ്ണിക്കുട്ടനും കരയും. ഉണ്ണിക്കുട്ട, അയ്യേ കിങ്ങിണി കരയാണോ? കിങ്ങിണി ഗുഡ് ഗേൾ അല്ലേ? കിങ്ങിണിക്ക് ഇങ്ങോട്ട് വരാലോ. അതുപോലെ കിങ്ങിണിനെ കാണാൻ ഞങ്ങളും അങ്ങോട്ട് വരും. സത്യാണ് ആന്റി. പിന്നല്ലാതെ മോളെ കാണാൻ വരണ്ട ഞങ്ങൾക്ക്. എന്നാ ശരി ട്ടോ സീതേ. ശരി മോളെ, കിങ്ങിണി വാ. ഉണ്ണിക്കുട്ടാ, ഞാൻ പോവാട്ടോ. തുമ്പി, പാറ ചേച്ചി, ടാറ്റാ. A few moments later. അവര് പോയില്ലേ? ഇനി മോൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നമുക്ക് കിങ്ങിണിന്റെ വീട്ടിൽ പോവല്ലേ ഇടക്ക്. അതുപോലെ തന്നെ അവരും ഇങ്ങോട്ട് വരും. തുമ്പി, ആരിത്? പാത്തുവോ? ഇതെന്താ പാത്തു കയ്യില്? ഉമ്മച്ചി തരാൻ പറഞ്ഞതാ, പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ്. പാത്തു നോമ്പ് പറ്റണോ? കുറച്ചുകൂടി കഴിഞ്ഞ് നോമ്പ് തുറക്കാനാവും. അല്ല, ഉണ്ണിക്കുട്ടൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? അത് പിന്നെ നമ്മുടെ കിങ്ങിണി പോയില്ലേ, അതിനാണ് വിഷമിച്ചിരിക്കുന്നേ. ഞങ്ങളൊക്കെ അല്ലേ ഉണ്ണിക്കുട്ടനെ. എന്നാ ഞാൻ പോട്ടെ, ഉമ്മ വേഗം വരാൻ പറഞ്ഞേനെ. ശരി പാത്തു. മോക്ക് പാത്രം വേണ്ടേ? ഇപ്പൊ വേണ്ട, അത് പിന്നെ വാങ്ങിക്കോളാം. ശരി, എന്നാ ഞാൻ പോവാട്ടെ ആന്റി. ഹായ്, നല്ല ചിക്കൻ കറി പത്തിരി ഉണ്ടാവും. മക്കളെ വരി, അമ്മ ഭക്ഷണം വിളമ്പാ. ശരി അമ്മേ. ഇവിടെ വിഷമിച്ചിരിക്കാണോ? എന്തിനെ? മോന്റെ ശത്രു അല്ലേ എത്തിയത്? തുമ്പി, അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യം പിടിച്ചിരിക്കാം. ആഹാ, അവിടെ വന്നിരിക്കുക. എന്താ അങ്ങോട്ട് വരാഞ്ഞേ? ഞാനൊന്നും വരുന്നില്ല. എനിക്ക് അവളെ കാണണ്ട. എടാ, അതൊക്കെ നേഴ്സറി പഠിക്കുന്ന കാലത്തല്ലേ. നീ അവക്കിട്ടും കൊടുത്തണല്ലോ സ്ലൈറ്റ് വെച്ച്. ആദ്യം അവൾ എന്നെ കാട്ടിയത്. അതൊക്കെ കഴിഞ്ഞില്ലേ ഉണ്ണിക്കുട്ടാ? അവക്കത് ഓർമ്മ പോലും ഇല്ല. പിന്നെ അവക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. നിന്നെ കൊണ്ട് പറയാ എനിക്ക് വയ്യ. എന്തിനാ രണ്ടു വിളിക്കുന്നേ? A few moments later. ഈ അച്ഛമ്മയും പാപ്പനും എവിടെ പോയി കിടക്കുന്നേ? ഹായ് ദേവു. അല്ല, എന്താ ഇവിടെ നിൽക്കുന്നേ? അത് ഞങ്ങളെ പാപ്പനും അച്ഛമ്മയും വരുന്നുണ്ട്. അവര് വരുന്നത് നോക്കി നിൽക്കുക. ആണോ? അല്ല, പാറൂസേടെ അവൾ ഉറങ്ങുക. ഉണ്ണിക്കുട്ടന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നേ? അതിന് നിനക്കെന്താ? നല്ല രസമുണ്ട് കാണാൻ. ദേവു, അയ്യോ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ പോവാണേ, അമ്മ വിളിക്കുന്നുണ്ട്. വേഗം പോയിക്കോ. നീ പോടാ. അയ്യോ, അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹായ് അച്ഛമ്മ. ഇതുമൊന്നും ഇറങ്ങിയപ്പോ തന്നെ ആശ്വാസമായി. അച്ഛമ്മേ, അച്ഛമ്മ എത്ര നാളായി മക്കളെ കണ്ടിട്ട്. എവിടെ അമ്മ? വീട്ടിലുണ്ട് അച്ഛമ്മേ. പാപ്പയുടെ മക്കളെവിടെ? അല്ല അച്ഛമ്മേ, അച്ഛമ്മക്ക് ബൈക്കിൽ വരാൻ പേടിയല്ലായിരുന്നോ? പിന്നല്ലാതെ ഈ ചെക്കൻ എന്നെ നിർബന്ധിച്ചതാ. അച്ഛമ്മന്റെ പേടി മാറിയില്ലേ? മാറിയിട്ടൊന്നുമില്ല, എനിക്ക് ഇപ്പോഴും പേടിയാ. പാറു, അച്ഛമ്മന്റെ ബാഗ് ഒന്ന് പിടിച്ചാ. ഞാൻ പിടിക്കാം അച്ഛമ്മേ, ഞാൻ പിടിക്കാം. അമ്മയുടെ ബ്ലൗസ് ഞാൻ പിടിക്കട്ടോ. അച്ഛമ്മ തന്നെ പിടിച്ചോളാം. ഉണ്ണിക്കുട്ടന്റെ വീട് ഉണ്ണിക്കുട്ടന്റെ മാത്രല്ല, തുമ്പിന്റെ പാറുവിന്റെ വീട് തന്നെ. അതിന് നീ എന്തിനാടി എന്നോട് ചൂടാവുന്നേ? ഓ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ചേച്ചി നല്ല ഭംഗിയില്ലേ കാണാന്? അതേടാ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ വന്നതാണോ? ദേവു കലിപ്പില്ല ചേച്ചി, വേഗം വാ. അമ്മേ ചായ. ഇതൊക്കെ എന്തിനാ ഈ പെടുത്ത്? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ കുടിച്ചു പോകുന്നതാ. അതൊന്നും സാരല്ല, അമ്മ കുടിക്കി. അല്ല, സിദ്ധു എവിടെ? അവൻ പിള്ളേരെ കൂടെ പോയിന് മേലേക്ക്. എന്നാ അവന്റെ ചായ വന്നിട്ട് എടുക്ക, അല്ലെങ്കിൽ ചൂടാറും. ഉണ്ണിക്കുട്ടാ, ആരിത്? കയറി വരി. ലച്ചൂസേ, കയറി വാ. അച്ഛമ്മ വന്നോ? ഇപ്പൊ അടുത്ത് എത്തിയതേ ഉള്ളൂ അവര്. എന്താ മോളെ പേര്? ലക്ഷ്മി. ലച്ചു എന്ന് വിളിക്കും. മക്കളെ പേരെന്താ? ഞാൻ നന്ദു. അച്ഛമ്മ, എന്റെ പേര് ദേവു. അച്ഛമ്മന്റെ പേരെന്താ? അച്ഛമ്മന്റെ പേരോ? അച്ഛമ്മന്റെ പേര് രമണി. ആന്റി, അവരൊക്കെ എവിടെ പോയി? അവര് മേലെയുണ്ട്, മക്കൾ അങ്ങോട്ട് ചെല്ലി. ശരി ആന്റി. അല്ല ലച്ചു മോളെ, പാറൂസിനെ കൊണ്ടുവന്നില്ല? അവളെ ഉറങ്ങാ ചേച്ചി. ആരാ പാറൂസ്? നമ്മുടെ പാറുവിന്റെ പേരെന്നല്ലേ? അതെ അമ്മേ. ഇവൾക്കൊരു കുഞ്ഞ് അനിയത്തിയുടെ ഉണ്ട്, അവളെ പേരാ പാറു. ലച്ചു, അവര് മേലുണ്ട്, നീ അങ്ങോട്ട് ചെന്നോക്ക്. ശരി. പാപ്പനും ഉണ്ണിക്കുട്ടനും നല്ല
ആരാത്? അയ്യോ ചേച്ചി ഓടിക്കോ. ഡാ ദുഷ്ട, എന്നെ ഒറ്റക്കാക്കി പോയി അവന്. ആരാ? ഞാൻ ലക്ഷ്മി. എന്ത് ലക്ഷ്മി എന്ത് കേക്കുന്നില്ല, ഉറക്കെ പറ. ലക്ഷ്മി. ഓ, എന്റെ ചെവിടെ അടിച്ചു പോയല്ലോ. നിങ്ങളല്ലേ ഉറക്കെ പറയാൻ പറഞ്ഞേ? അല്ല, അപ്പൊ എന്തിനാ വന്നേ? അത് പിന്നെ ഞങ്ങള് പുതിയ താമസക്കാരാ, അപ്പൊ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, അങ്ങനെ വന്നതാ. അതിന് ഉറങ്ങുന്നവരെ ഉണർത്താണ് വേണ്ടത്. ഞാനൊന്നുമില്ല, പിന്നെ അതെന്റെ അനിയനാ. ഞാൻ തന്നെയാണല്ലോ കണ്ടത്. അവൻ ഓടിക്കളഞ്ഞു. താൻ കള്ളത്തരം പറയണ്ട. ഞാനല്ല പറഞ്ഞില്ലേ. താനാണെന്ന് എനിക്കറിയാം. ഒരു സോറി പറഞ്ഞ് അങ്ങ് പോയിക്കോ. പിന്നെ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ ആരോട് സോറി പറയാറില്ല. ഓഹോ, അത്രക്കായോ? താൻ സോറി പറഞ്ഞേ ഇവിടുന്ന് പോവൂ. എന്റെ പട്ടി പറയും. പട്ടിയായാലും പൂച്ചയായാലും സോറി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. പിന്നെ ഞാൻ പറയില്ലാന്ന് പറഞ്ഞാ പറയില്ല. ലച്ചു ചേച്ചി, ആ പാറുമോളെ, നിങ്ങൾ എവിടെയായിരുന്നേ? ഞങ്ങൾ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നേ. തുമ്പി മോളെടെ? അവൾ അവിടെ ഉണ്ട് ചേച്ചി. നന്ദുട്ടനും ദൈവം അങ്ങോട്ട് വന്നില്ലേ? ആ വന്നു ചേച്ചി. ചേച്ചി വാ. പോയോ? ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ട്. ചേച്ചി ഇവിടെ ഇരിക്കി, ഞാൻ അവരെ വിളിച്ചോണ്ടരാ. അല്ല പാറൂസേ, അതാരാ? ഏത്? നമ്മൾ റൂമിൽ കണ്ട ചേട്ടൻ. ഓ അതോ, അത് ഞങ്ങളെ പാപ്പനാ. ഓ പാപ്പനാണോ? അതേ ചേച്ചി, അത് ഞങ്ങളെ പാപ്പനാ, സിദ്ധാർത്ഥ്. സിദ്ധു എന്നെല്ലാരും വിളിക്കും. ഞങ്ങൾക്കുള്ള ഒരേ ഒരു പാപ്പനാ. അതിന്റെ എല്ലാ അഹങ്കാരം ഉണ്ട്. എന്താ ചേച്ചി? ഒന്നുമില്ല. പാപ്പന് ചേച്ചി വഴക്ക് പറഞ്ഞു. ഭയങ്കര ചൂടനാ, പക്ഷെ പാവട്ടെ ഞങ്ങളെ പാപ്പന്. പാവം കോവാ. അത് ചേച്ചിക്ക് ശരിക്കും പാപ്പനെ അറിയാത്തത് കൊണ്ടാ. ചേച്ചി ഇവിടെ ഇരിക്കി, ഞാൻ അവരെ പോയി വിളിച്ചു വരാം. ശരി പാറു. പാവമാണ് പോലും, പാവം കണ്ടാലും പറയും. ലച്ചു ധാവണി കൊടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ. സത്യം, പിന്നല്ലാതെ സുന്ദരി കൊച്ചായിട്ടുണ്ട്. അല്ല മോൾ എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ആന്റി, എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റാ ഇന്ന്, അപ്പൊ അതിന് പോവാ. എവിടെ അമ്മ? അമ്മ വീട്ടിലുണ്ട്. പാറുവിന് എങ്ങനെയുണ്ട്? ഞാൻ അവളെ കാണാൻ വന്നതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആന്റി. അല്ല മോൾ എങ്ങനെ പോകുന്നേ? ബസ്സില്. നീ ഇപ്പൊ ഏതായാലും സിദ്ധു പുറത്ത് പോവാൻ നിക്കാ, നീ അവന്റെ കൂടെ പോയിക്കോ. വേണ്ട ആന്റി, ബസ് വന്നിട്ടില്ലല്ലോ, മോള് ചെല്ല്. വേണ്ട ആന്റി, ഞാൻ ബസ്സിൽ പോയിക്കോളാം. മോളെ സിദ്ധു മാത്രല്ല, പാറു, ഉണ്ണിക്കുട്ടനും തുമ്പിയൊക്കെ ഉണ്ട്. എന്നാലും വേണ്ട ആന്റി, ബസ് ഇപ്പൊ വരും, ഞാൻ ബസ്സിൽ പോയിക്കോളാം. മോള് പോവല്ലേ ആന്റി, പാറുവിനെ ഒന്ന് കണ്ടേച്ച് വേഗം വരട്ടോ. ശരി ആന്റി. ഈശ്വരാ, ഞാൻ പെട്ടല്ലോ. ആന്റിയെ കണ്ടത് കുഴപ്പമായി. ഇനിയിപ്പോ പോയില്ലെങ്കിൽ ആന്റിക്ക് ഇപ്പൊ എന്താ തോന്നുക? ലച്ചു വാ, ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ബസ്സിൽ പോയാ പോരാ ആന്റി, നീ വന്നേ. വാ ലച്ചൂസേ. സിദ്ധു, എന്താ ചേച്ചി? നീ ഏതായാലും ടൗണിൽ പോവല്ലേ? ലച്ചു ആ ബൈക്കന്നെ, അപ്പൊ മോന് അവളെയും കൂട്ടിക്കട്ടോ. ഹായ് ലച്ചു ആന്റി, വാ. ശരി. എന്നാ മോളെ ഈ അവരെ കൂടെ പോയിക്കട്ടോ. ശരി ആന്റി. അല്ല തുമ്പി, ഉണ്ണിക്കുട്ടനും പാറയുടെ? ഞങ്ങള് അമ്മേ കാറില്. രണ്ടും നേരത്തെ കാറിൽ എത്തിയില്ലേ? ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, അവിടെ അമ്മ മാത്രല്ലേ ഉള്ളൂ. ശരി ചേച്ചി. ലച്ചേച്ചി വാ. ഓ, ഇനി തമ്പുരാട്ടിനെ കാറിലേക്ക് എടുത്തു വെക്കണോ? ഈശ്വരാ, എന്നെ നീ കാത്തോളണേ, ഈ കടുവന്റെ കൂടെ പോവാൻ പോകുന്നു. വേഗം ഒന്ന് കേറിയിട്. ലച്ചു ചേച്ചി ഇങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ പാറൂസേ, ഇന്നെന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റാ. ചേച്ചി മാത്രമല്ല, ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഓ എല്ലാവരും വരുന്നുണ്ട്. അവരൊക്കെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാന്നാ പറഞ്ഞത്. ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? കാറിൽ കേറിയപ്പോ തുടങ്ങിയതാണല്ലോ. പിന്നെ മനുഷ്യന്മാരായ മിണ്ടൂലേ? എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ എന്നെ ഇറക്കണേ കേട്ടോ? എന്റെ ചെവി ഇപ്പൊ പൊട്ടിയാനെ. കേൾക്കണോലെല്ലാരും മറുപടി തരും. കേൾക്കേറ്റില്ല ഞാൻ ഉറക്കെ പറഞ്ഞേ. തുമ്പി, പാറ, ഉണ്ണിക്കുട്ട, ചേച്ചി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങൂട്ടോ. ശരി ചേച്ചി. പിന്നെ ചേച്ചി എങ്ങനെ പോവാ? അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. ശരി ചേച്ചി, ഈവനിങ് കാണാം. ശരി.